നമ്മൾ +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയാണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രോപ്പർട്ടിയാണ് അത് കാണിക്കുന്നത്, എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഞാൻ ഇവിടെ വരച്ചത്. നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതിനെ കൂടെ നമ്മൾ പാരലൽ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് അവിടെയാണ്. പോസിറ്റീവ് ചാർജ് ഈ എൻഡിലും നെഗറ്റീവ് ചാർജ് നമ്മുടെ അതർ എൻഡിലുമാണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. യൂണിഫോം ആയതിനെ കൊണ്ട് പാരലൽ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോളിന്റെ നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ, പോസിറ്റീവ് ചാർജ് ആണ് മേലെ. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ട് എൻഡിലും ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജുകളാണുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമ്മളുടെ പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ്, ഇവിടെ നമ്മളുടെ ഡൈപോളിന്റെ നെഗറ്റീവും ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ്. സോ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇലക്ട്രിക് ഡൈപോളിന്റെ ചാർജും അതേപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഡൈപോളിന് നമ്മുടെ ഈ എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കായിരിക്കും അട്രാക്ട് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് എൻഡിന്റെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ കാണിക്കും. ക്ലിയർ ആണോ? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? F = QE എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതേപോലെ ഈ എൻഡിലും F = -QE, നെഗറ്റീവ് സൈൻ, കാരണം ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ കാണാം. ടോട്ടൽ ഫോഴ്സ് F = നമ്മളുടെ QE പ്ലസ് നമ്മുടെ ഈ ടേം -QE. ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് 0. നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിനെ ഇതുപോലെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആയതിനെ കൊണ്ട് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ അത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മുന്നോട്ടോ ബാക്കോട്ടോ ഒന്നും മൂവ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലേ? കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഡൈപോൾ ആണെങ്കിൽ അത് നിൽക്കുന്ന പൊസിഷൻ ഏതെങ്കിലും എൻഡിലേക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ മൂവ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? പക്ഷെ രണ്ട് എൻഡിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ ഡൈപോൾ എന്ന് വിചാരിക്കാം. ഇതിന് പകരം നമ്മൾ ഇതാണ് ഡൈപോൾ എന്ന് വിചാരിക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ നമുക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ഡൈപോളിന്റെ കേസിൽ ഇതേപോലെയാണെങ്കിൽ നമ്മുടെ ഡൗൺ പോർഷൻ റൈറ്റിലേക്കും ടോപ്പ് പോർഷൻ ലെഫ്റ്റിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഡൈപോളിന്റെ രണ്ട് എൻഡിലും ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മുടെ ഡൈപോൾ ഇങ്ങനെയാണുള്ളത്. ഇതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കും ബോട്ടം പോർഷൻ റൈറ്റിലേക്കും അട്രാക്റ്റഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് നമ്മുടെ ഡൈപോളിന്റെ നെഗറ്റീവ്, അത് പോസിറ്റീവ് ഫീൽഡിലേക്ക്, പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്കും ഡൈപോളിന്റെ പോസിറ്റീവ് നെഗറ്റീവിന്റെ അടുത്തേക്കും അട്രാക്റ്റഡ് ആയി മാറുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ഡൈപോള് എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ ഈ ഡയറക്ഷനിലേക്കും ഡൗൺ എൻഡ് റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഏകദേശം ഇതുപോലെ. ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഡൈപോൾ അത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ ഇലക്ട്രിക് ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഒന്നും ഇല്ലെങ്കിലും അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിക് ഡൈപോള് ഇതുപോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേഷണൽ മോഷൻ ഒന്നും ഇല്ലെങ്കിലും റൊട്ടേഷണൽ മോഷൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റൊട്ടേഷണൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ +1 പഠിച്ചതാണ് റൊട്ടേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ, അല്ലെ? റൊട്ടേഷണൽ ഫോഴ്സിനെ നമ്മൾ ടോർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടോർക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ്, അല്ലെ? ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഫോഴ്സിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് ടോ ഈക്വൽ ടു
ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ഫോഴ്സിന്റെ വാല്യൂ എന്താ? QE. നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. F ഈക്വൽ ടു QE എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രണ്ട് എൻഡ്, ഒന്ന് ഇതും ഒന്ന് ഇതും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഫോമിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് നമ്മുടെ ഡൈപോളിന് ചുറ്റും. ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇത് രണ്ടും തമ്മിൽ ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മളുടെ ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണ്. നമ്മളുടെ ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്താക്കി എടുക്കാം? തീറ്റയാക്കി എടുക്കാം. സോ ഇത് തീറ്റയാണെങ്കിൽ നമ്മളുടെ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. കാരണം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഞാൻ മേലെ വരച്ചത്. ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. സോ ഇത് തീറ്റയാണെങ്കിൽ മേലുള്ള ആംഗിളും തീറ്റയാണ്. നമ്മളുടെ ഡൈപോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. 2a ആണ് ഡൈപോളിന്റെ ലെങ്ത്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 2a. സോ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതിനെ കൊണ്ട് അത് സൈൻ കോമ്പോണന്റ് ആണ്. സോ ഈ ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? 2a സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രണ്ട് എൻഡ് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, 2a സൈൻ തീറ്റ. സോ ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം, 2a സൈൻ തീറ്റ. ഇതിനു വേണ്ടി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ചെയ്താം? 2a മുന്നോട്ട് എടുത്തു, 2aq ഇൻറ്റു ഈ സൈൻ തീറ്റ. ഈ 2aq എന്ന് പറയുന്ന ടേം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ? നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് എന്ത്? P ഈക്വൽ ടു 2aq എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ 2aq എന്ന് പറയുന്ന വാല്യൂവിന് ഡൈപോൾ മൊമെന്റ് പിന്റെ വാല്യൂ P ഈക്വൽ ടു 2aq എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോർക്കിന് എങ്ങനെ എഴുതാൻ പറ്റും? ടോർക്ക് ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ടോർക്ക് ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വെക്ടർ P ക്രോസ് E എന്ന് പറഞ്ഞിട്ടും എഴുതാൻ പറ്റും. കാരണം നമ്മൾ +1 പഠിച്ചതാണ് രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് A ക്രോസ് B എന്ന് പറയുന്നത് എപ്പോഴും AB സൈൻ തീറ്റ ഇൻറ്റു n ക്യാപ്പ് ആണ്. സോ അതേപോലെ P ക്രോസ് E നെ നമുക്ക് PE സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഡൈപോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റൊട്ടേഷണൽ ഫോഴ്സ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസുകൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കേസാണ് നമ്മളുടെ ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. നമ്മളിപ്പം പറഞ്ഞ ഈ ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നമ്മളുടെ ഡൈപോള് പ്ലേസ് ചെയ്യുന്നത്. നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നമ്മളുടെ ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഇക്വേഷൻ വാല്യൂ കൊടുത്ത് ചെയ്ത് നോക്കാം. ടോർക്ക് ടോ ഈക്വൽ ടു PE ഇൻറ്റു സൈൻ 0 വരും. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മളുടെ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 0 ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ പാരലൽ ആയിട്ട് നമ്മൾ ഡൈപോൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ഈ ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മുടെ ഫിഗറിൽ കാണുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ഈ ഡയറക്ഷനിലാണ്. സോ നമ്മളുടെ ഡൈപോളിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലേസ് ചെയ്യും. നമ്മളുടെ ഡൈപോളിന്റെ നെഗറ്റീവ് പോസിറ്റീവിന്റെ അടുത്തും, അതേപോലെ തന്നെ ഡൈപോളിന്റെ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവിന്റെ കേസിലും അങ്ങനെ പ്ലേസ് ചെയ്യും. വേണമെങ്കിൽ ഫിഗർ വരച്ച് കാണിച്ചു തരാം. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. നമ്മുടെ നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഇവിടെ നമ്മളുടെ പോസിറ്റീവ് ചാർജ് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ, ഇവിടെയാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട്, ഡൈപോളിന്റെ ഡയറക്ഷൻ അങ്ങോട്ട്. ഓർത്ത് വെക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. സോ നമ്മൾ ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്. ഓർത്ത് വെക്കണം, ഈ ഒരു ഫോമിലാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവിന്റെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും, പോസിറ്റീവ് ചാർജിന് നെഗറ്റീവിന്റെ എൻഡിലേക്കും ഒരു അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും. സോ ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയും. ഈ ഇക്വേഷനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ ആന്റി പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ
നമ്മളുടെ ഇലക്ട്രിക് ഡൈപോള് ആന്റി പാരലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടോർക്കിന്റെ കേസ് സെയിം 0 തന്നെ വരും. കാരണം കോസ് സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. സോ ആ കേസിൽ നമ്മളുടെ ടോർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെ നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വിളിക്കും. എങ്ങനെയായിരിക്കും അതിന്റെ ഫിഗർ വരിക? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആസ് യൂഷ്വൽ ഇപ്പം വരച്ച അതേ ഫോമില് സെയിം ഡയറക്ഷൻ. ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്ലസ് മൈനസ്. നമ്മൾ ഡൈപോള് വെക്കുന്നത് ആന്റി പാരലായിട്ടാണ്. സോ നമ്മളുടെ ഡൈപോള് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മളുടെ പ്ലസ് ചാർജ് വരേണ്ടത്, സോറി മൈനസ് ചാർജ് വരേണ്ടത്. നമ്മളുടെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഈ എൻഡിൽ വരും. സോ ഇവിടെ മൈനസ് ക്യൂ വരും, ഇവിടെ നമ്മളുടെ പ്ലസ് ക്യൂവും വരും. റെഡിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് ഈ ഡൈപോളിന്റെ നെഗറ്റീവിന്റെ മേലെ റിപ്പൽ ചെയ്യും. അതായത് നമ്മളുടെ ഡൈപോൾ ഇങ്ങനെയാണ്, ഈ ടോപ്പുള്ളത് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നമുക്ക് ഇപ്പുറത്ത് പോസിറ്റീവ് ആണുള്ളത്, ഇവിടെ നെഗറ്റീവ്, ഫിഗറിലുള്ളത് പോലെ. ഇപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ ഒരേപോലെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തെറിച്ചു പോകും അല്ലെ? അങ്ങനെ അൺസ്റ്റേബിൾ കണ്ടീഷനിലേക്കാണ് ഇത് പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? അതിന്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം പറയാം. ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ യൂണിറ്റ് ഏരിയ ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ ഏരിയ. എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഏരിയന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ യൂണിറ്റ് ഏരിയ ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ ഏരിയ. നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഏരിയന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് രണ്ട് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്തു, ആ ഏരിയന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി അതേപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഇലക്ട്രോ ഡൈനാമിക്സിലൊക്കെ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇലക്ട്രോ ഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അതിനൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്, ഏരിയൽ വെക്റ്റർ എന്ന് നമ്മൾ വിളിക്കും. സപ്പോസ് നമ്മളുടെ സർഫസ്, നിങ്ങൾ ഈ വൈറ്റ് ബോർഡ് കാണുന്നുണ്ട് അല്ലെ? ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മളുടെ ബോർഡിൽ നിന്ന് നിങ്ങളുടെ നേരെ, അതായത് നിങ്ങളുടെ കണ്ണിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടുന്ന് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ഏരിയന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഏരിയന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. നിങ്ങൾ ഈ ബോർഡ് കാണുന്നതിനെ കൊണ്ട് ബോർഡിൽ നിന്ന് നിങ്ങളുടെ കണ്ണിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്തായിരിക്കും? നമുക്കറിയാം, ഏരിയ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ? എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ? ഏരിയ ആണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതേപോലെ തന്നെ ഏരിയന്റെ ഡയറക്ഷൻ എന്താണ്? രണ്ടും നമ്മുടെ ഔട്ട്വേർഡ്സ് ആയിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്, നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കാണ്. സോ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് ഇ അതേപോലെ തന്നെ എ. നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഇയും ഏരിയ എയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാൻ പറ്റും? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇ ഡോട്ട് എ എന്ന് പറയുന്നതിന് നമുക്ക് ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടും എഴുതാൻ സാധിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് ഇങ്ങനെയും ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ നമ്മുടെ ഏരിയയും രണ്ടും വെക്ടേഴ്സ് ആണ്.
രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ നമ്മുടെ ഫ്ലെക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മുടെ ഫ്ലെക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. നമ്മുടെ ഫ്ലെക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം അത് പറഞ്ഞാലും നമ്മുടെ SI യൂണിറ്റ് തന്നെയാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ E.A എന്ന് ഇവിടെ പ്രിഫർ ചെയ്യാനുള്ള കാരണം? പകരം E ക്രോസ് A എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒന്നുമില്ല, നമ്മളുടെ ഫ്ലെക്സ് ഫൈ ഈക്വൽ ടു EA കോസ് തീറ്റയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ കോസ് 0ന്റെ വാല്യൂ 1 ആണ് മാക്സിമം വരിക. പകരം 90 ഡിഗ്രിയിലാവുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ കോസിന്റെ വാല്യൂ 0 വരും. നമ്മളുടെ തേർഡ് ഫിഗറിൽ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ്, നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയയുടെ ഡയറക്ഷനും പാരലൽ ആയിട്ടാണ് ഉള്ളത്. ആ സമയത്ത് നമ്മളുടെ ഈ സർഫസിലൂടെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പാരലൽ ആവുന്ന സമയത്താണ് ആ ഏരിയ കൂടി മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത്. ആ കേസിലാണ് നമ്മുടെ ഫ്ലെക്സ് എന്ന് പറയുന്നത് കൂടുതൽ വരുന്നത്. പകരം നെക്സ്റ്റ് കേസിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും ആ മെറ്റീരിയലിൽ കൂടി പാസ് ചെയ്യുന്നില്ല. ആ കേസിൽ നമ്മുടെ ഫ്ലെക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ നമ്മൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഫൈ ഈക്വൽ ടു E.A അഥവാ EA കോസ് തീറ്റ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. പകരം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഈ കൺസെപ്റ്റ് ഇവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു E.A അല്ലെങ്കിൽ EA കോസ് തീറ്റ എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഇലക്ട്രിക് ചാർജിനെ രണ്ട് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമ്മുടെ പോസിറ്റീവ് ചാർജ് ചില റീജിയനിൽ വളരെ കൂടുതലാണ്, പകരം ചില റീജിയനിൽ പോസിറ്റീവ് ചാർജേ ഇല്ല, അല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഇറഗുലർ ആയിട്ടാണ്, അതായത് കുറച്ച് റീജിയനിൽ കൂടുതലും കുറച്ച് റീജിയനിൽ തീരെയില്ല. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിൽ നമ്മൾ യൂണിഫോം ആയിട്ടാണ് ഇലക്ട്രിക് ചാർജിനെ അറേഞ്ച് ചെയ്യുന്നത്. ഏത് മെറ്റീരിയൽ ആണെങ്കിലും ശരി, അവിടെ നമ്മൾ റെഗുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ചാർജിനെ അറേഞ്ച് ചെയ്യുന്നത്. 3 ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഒന്നാമത്തതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ വൺ ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയറോ അല്ലെങ്കിൽ ഒരു റിങ്ങോ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മുടെ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് വയറോ അല്ലെങ്കിൽ നമുക്കൊരു റിങ്ങോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കൂ നിങ്ങൾ, ആ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈക്വൽ ആയിട്ടാണ്, ഒരുപോലെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആ വയറിന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് ചാർജ് അതിനെ ഫുള്ളും കാണുന്നുണ്ട്. അതേപോലെ റിംഗ് ആണെങ്കിലും ശരി, ആ റിങ്ങിന്റെ സർക്കംഫറൻസിന് ചുറ്റും നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ആ പോസിറ്റീവ് ചാർജ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഈക്വൽ ആയിട്ട് യൂണിഫോം ആയിട്ടാണ് നമ്മൾ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇവിടെ നമ്മുടെ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ബൈ ലെങ്ത് ആണ്. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു Q/L എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു Q/L. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ വരും. ചാർജിൻ്റെത് കൂളമാണ്, ലെങ്തിൻ്റെത് മീറ്റർ ആണ്. സോ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ. രണ്ടാമത്തതാണ് നമ്മുടെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു മെറ്റീരിയലിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ടാണ് നമ്മൾ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് നമ്മളൊരു പ്ലെയിൻ ഷീറ്റോ അല്ലെങ്കിൽ ഒരു സ്പിയർ ഒക്കെ എടുത്തെന്ന് വിചാരിക്കാം. അതിന്റെ സർഫസിൽ, പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ അതിന്റെ സർഫസിൽ ഏതൊരു യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ ഫിഗറിൽ കാണുന്ന പോലെയാണെങ്കിൽ ആ ഷീറ്റിൽ ഏതൊരു യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാലും അവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിഗ്മ ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ ആണ്. സോ സിഗ്മ ഈക്വൽ ടു Q/A. അങ്ങനെ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റിനെ ഒരു ഇക്വേഷന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ സ്ക്വയർ. മൂന്നാമത്തതാണ് നമ്മുടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ.
നമ്മുടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3-dimensional ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ആണ്. നമ്മളിപ്പം ഒരു നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്തു. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു നോൺ കണ്ടക്ടിങ് സ്പിയർ. ഈ നോൺ കണ്ടക്ടിങ് സ്പിയറിൻ്റെ ഉള്ളിൽ ഏതൊരു ചെറിയൊരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഏതൊരു ചെറിയൊരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്കൊരു ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റോ ഈക്വൽ ടു ചാർജ് ബൈ വോളിയം ആണ്. സോ റോ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. വോളിയം ചാർജ് ഡെൻസിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ നമുക്കൊരു ചാർജിനെ കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് 3 ടൈപ്പ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ഈക്വൽ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ചാർജുകൾ ഉള്ളത്. അല്ലാതെ എല്ലാ ചാർജും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ചാർജ് ഫോം ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ഓർത്ത് വെക്കണം, ചാർജസ് എല്ലാം വളരെ ക്ലോസ് ആണെന്ന് മാത്രമാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്.